ഹലോ ഗായ്സ്, പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, എല്ലാവർക്കും റമളാൻ കരീം. അപ്പം ഇന്ന് നോമ്പ് തുറയാണ് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നതാണ് നോമ്പ് തുറയായതുകൊണ്ട്. അപ്പം എല്ലാവർക്കും റമളാൻ കരീം. അവിടെ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുന്നു, അത് കാണിച്ചു തരാവേ ഗായ്സ്. ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ, സ്വാഗതം പറയണം. ഇരുന്ന് പുകയുമാണ് ഗായ്സ്, പുകയുന്നു. കണ്ണൊക്കെ തീർത്തോ ഗായ്സ്. നോമ്പ് തുറയാണേ, നോമ്പ് തുറ ബ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നോമ്പ് തുറ. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് ആളെ വിളിച്ച് ഫുഡ് ഉണ്ടാക്കുവാണ്. എന്തോ ആയി ജോലിക്കാരന് ഭയങ്കര ഇതാന്ന് തോന്നുന്നു, ജോലി ചെയ്യാൻ വയ്യാന്ന് തോന്നുന്നു. കരയുന്നു. എല്ലായിടത്തും പോയി ഇങ്ങനെ കരയുവോ? കരയുന്നെന്തിനാ? ബീഫിനുള്ള ഉള്ളിയാണ് ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അടച്ചു വയ്യ, എന്നാലേ വേഗത്തോളൂ. ബീഫും ഞാൻ ഇവിടുന്ന് നോക്ക് എല്ലാം നോക്കുന്നുണ്ടോന്ന്. ജോലി നന്നായിട്ട് എടുക്കണം. ആ നിങ്ങളുടെ മോൻ വരുന്നു. മോനേ ബാബിളൂസേ, പൻ്റെ ഫോണ് ഫോക്കസ് കിട്ടുന്നില്ല കണ്ടോ? വെട്ടവും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ കാറ് കണ്ടോ ഗായ്സ്? കാറ് കണ്ടോ? കാറ് ഞങ്ങൾ പച്ചയാക്കി. വെള്ളക്കാറ് പച്ചയായി. പച്ചക്കാറ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇങ്ങോട്ട് പോന്നു മക്കളെ. ഹായ്, ഉള്ളിക്കറി അമ്മനെ മുട്ട പുഴുങ്ങി പോയിടും. ആ ഇടും. ഇറച്ചി കണ്ടോ ഗായ്സ്? ഇറച്ചി വീഴുന്നുണ്ടോ? ഇറച്ചി വീണ് ഗായ്സ്, ഇറച്ചി വീണ്. നമ്മുടെ പറ മോനെ പറ. ആ ഇളക്കി. ആ അവൻ്റെ കൊടുക്ക്, അവൻ ഇളക്കിക്കോളും. റംസാൻ്റെ കൊടുക്ക്, അവൻ ഇളക്കും. ആ എന്താ അവൻ ഇടട്ടോ? മാമി ഇടട്ടോ? അവൻ കുറച്ചിടാ. കൈ കൊണ്ടിട്. കുനിയടാ, അടച്ച് കുനി. മല്ലിയല റംസാന്റെ ആണ് ഇന്ന് കറി. ഉപ്പ് നോക്കാം ആദ്യം. കുറച്ചും കൂടെ വെള്ളം വേണ്ടേ? മുളക് പൊടി ഇല്ലയോ? മഞ്ഞിച്ചിരിക്കുന്നില്ലയോ? കുരുമുളക് പൊടി ഇട്ടോ? പോപ്പി സ്പെഷ്യൽ ഉന്നക്കായ. ഉന്നക്കായാണോ? ഉന്നക്കായ അതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കട്ട് ചെയ്ത് എടുക്കണം. ഒരു ഫോട്ടോ എടുക്കുമ്പോ ഞാൻ പണ്ട് എഡിറ്റ് ചെയ്ത് അന്ന് ഫസ്റ്റ് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് എങ്ങനെ പറയുന്നത്? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അതിന് എല്ലാവരും ഇരുന്ന് കണ്ടു. നീ ഇത് പറിക്കാൻ പോയത്, കരിയാപ്പല പറിക്കാൻ പോയിട്ട് വന്നത്. കരിയാപ്പല പറിച്ച് എന്തുവാ ഉന്നക്കായ, പഴം പുഴുങ്ങി. റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. പഴം പുഴുങ്ങണം, പിന്നെ പഴം നല്ലപോലെ ഉടയ്ക്കണം. ഇതെന്താണ് ഒന്ന് പറ. തേങ്ങ, കിസ്മിസ്,
ആ പഞ്ചസാര ഞങ്ങൾ മിക്സ് ചെയ്യണം. എന്നിട്ട് അവിടെ ഇങ്ങനെ വെക്കണം. കണ്ടോ? അപ്പൊ അതാടിങ്ങനെ വരും. അപ്പൊ അതാടിങ്ങനെ വരും. ഇളക്കിക്കോ. പഞ്ചസാരൊക്കെ മതിയോ എന്തല്ല നല്ലതായിട്ട് അടിച്ചാൽ മതി. എന്തെങ്കിലും കൊള അയക്കാന്ന് പറയാൻ നശിപ്പിച്ചവള് കാണില്ലയോ? അത് കമ്പനിയോടെ ആണോ? അറിയാവുന്ന ഗ്രൂപ്പുകളൊക്കെ ചുമ്മാ ഒന്ന് ഇട്ടിട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഈത്തപ്പഴം കൂടി അപ്പോൾ ഗൈസ് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൈതച്ചക്ക, തണ്ണിമത്തങ്ങ, ഈത്തപ്പഴം, പള്ളിക്കഞ്ഞി, കഞ്ഞിയാണ് തൊട്ടിലിരിക്കുന്നത്, പള്ളിക്കഞ്ഞി, അതിൻ്റെ കൂടെ പയറും ഉണ്ടായിരുന്നു, ചായ, പിന്നെ മൊജിറ്റോ ആണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മൊജിറ്റോ ഉണ്ടായിരുന്നു, പിന്നെ സമൂസ, മുട്ട ബജ്ജി, ഉന്നക്കായ, ഇത് മൂന്നും ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയത്. വെളിയിൽ നിന്ന് ഉഴുന്നുവട മാത്രം വാങ്ങിച്ചു. അപ്പം എല്ലാം സെറ്റായി. ഉസ്താദ് വന്നു, നോമ്പ് തുറന്നു. അപ്പം നോമ്പ് തുറന്നു ഗൈസ്. ഉസ്താദ് വന്ന് നോമ്പൊക്കെ തുറന്നിട്ട് നമസ്കരിച്ചു, ദുആ ഒക്കെ അരക്കിയിട്ട് പിന്നെ എടുക്കും. നമ്മൾ